കൂട്ടുകാരെ, സ്വാഗതം പൂമ്പാറ്റകളിലേക്ക്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പൂമ്പാറ്റകൾ. സ്നേഹത്തോട് ഒരുമിച്ച് ചേർന്ന് നല്ല കൂട്ടായ്മ ആചരിപ്പാനും സ്നേഹത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും ഈ പൂമ്പാറ്റകൾ നിങ്ങളെ സഹായിക്കും. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കൂടെ കുക്കുണ്ട്. ഞാനുണ്ട്. ഇവനെ മനസ്സിലായോ നിങ്ങൾക്ക്? സ്റ്റുവർട്ട് ലിറ്റിലിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാ അല്ലേ? അതെ അതെ അതെ. ഇവൻ അവിടെ നിന്ന് വന്നതാ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഹായ് പറഞ്ഞ എല്ലാ കൂട്ടുകാരും ഉറക്കപ്പറ. ഹായ് 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 ഹായ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാട്ടോ. ഓക്കെ, ഇവന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റ് പറയുമോ? ഈ ഫോണിനകത്ത് സെൽഫി എടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലെങ്കിൽ നമുക്കൊരു സെൽഫി എടുത്താലോ? സെൽഫി 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 എങ്ങനെയാണ് സെൽഫി എടുക്കുമ്പോൾ നിൽക്കുന്നത്? ഓക്കെ, ഇങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. ഫ്രണ്ട്സ്, എന്താണ് സെൽഫി? സെൽഫി എന്ന് പറഞ്ഞാൽ സ്വയമേ കാര്യങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ സ്വയം എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഫോൺ കൂടെ നമുക്ക് തരുന്നത്. അങ്ങനെയെങ്കിൽ സെൽഫി എന്നുള്ള വാക്കിൽ കൂടി ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, പഠിക്കാം. എന്താ സെൽഫി? എന്താ സെൽഫി? നീ പറ. ആണോ സെൽഫി? അല്ല, സെൽഫി എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്ലോർ എന്നുള്ളതാണ്. സ്വയം അവലോകനം ചെയ്യുക. സ്വയം അവലോകനം, സ്വന്തമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. യുവർ സ്പിരിച്വൽ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും, പക്ഷേ ബൈബിൾ വായിക്കാറില്ല. ചില കൂട്ടുകാരൊക്കെ പേഴ്സണൽ പ്രെയർ ചെയ്യാറുണ്ട്. ഉണ്ടോ? ഉണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. നീ എന്നാ ചെയ്യാറുണ്ട്? പേഴ്സണൽ പ്രെയർ. അങ്ങനെയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണൽ ബൈബിൾ റീഡിങ് ഹാബിറ്റ് നിനക്കുണ്ടോ? ഇല്ല. ഇല്ല. പല കൂട്ടുകാർക്കും പേഴ്സണൽ ബൈബിൾ റീഡിങ് ഹാബിറ്റ് ഇല്ല. പേഴ്സണൽ പ്രെയർ ചെയ്തിട്ട് ചിലപ്പോൾ കിടക്കും. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന്. അത് നർച്ചർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂൾ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണല്ലേ. സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാം. പേഴ്സണൽ പ്രെയർ, പേഴ്സണൽ ബൈബിൾ റീഡിങ് ഹാബിറ്റ്, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളും എല്ലാം നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നു. പല കൂട്ടുകാരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മൊബൈലിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറില്ല. ഇവൻ ചെയ്യാറില്ല. ഇവൻ നല്ല കുട്ടിയാണ്, പ്രാർത്ഥിക്കുമ്പം വളരെ നന്നായിട്ടിരിക്കാറുണ്ട്. ഫ്രണ്ട്സ്, രണ്ടാമത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട സെൽഫ് ആണ് നമ്മുടെ എഡ്യൂക്കേഷണൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. ഇവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. നിങ്ങളോ? ചില കൂട്ടുകാർക്ക് ചിലതിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അതിലോട്ട് കടക്കാറേ ഇല്ല. ഫ്രണ്ട്സ്, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന്. മൂന്നാമത്തെ കാര്യമാണ് സെൽഫ് റൊട്ടീൻ. ഇവൻ തന്നെ പറയുന്നു. വെരി ഗുഡ്. സെൽഫ് റൊട്ടീൻ, അതൊന്ന് നമുക്ക് നോക്കാം. ചില രാവിലെ മമ്മി വിളിച്ചുകൊണ്ടേയിരിക്കും, എഴുന്നേക്ക്. വെളുപ്പാൻ കാലത്ത് 9:30 ആയാലും ചിലർ എഴുന്നേക്കത്തില്ല. എൻ്റെ ഫ്രണ്ട് ചിങ്കു അങ്ങനെ. ഇവൻ്റെ ഫ്രണ്ട് ചിങ്കു അങ്ങനെയാണ്. സോ ഇവൻ അങ്ങനെയല്ല, വെളുപ്പിന് 6 മണിക്ക് തന്നെ എഴുന്നേക്കും. ഫ്രണ്ട്സ്, സെൽഫ് ഇവാലുവേറ്റ് യുവർ ഡെയിലി റുട്ടീൻ. നമ്മൾ ഓരോ ദിവസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ടോ? ചില കൂട്ടുകാർ നാളെ അങ്ങനെ പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. പരീക്ഷയുടെ തലേദിവസമാണ് ചിലർ ബുക്ക് എടുക്കാറുള്ളത്. ഇവൻ അങ്ങനെ. സോ നിങ്ങൾ അങ്ങനെയാണോ? സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. ഡെയിലി റുട്ടീൻ കറക്റ്റായിട്ടാണോ പോകുന്നത്? സോ അതിനകത്തൊരു ചിട്ട പല കൂട്ടുകാർക്കും ഇല്ല. അങ്ങനെയെങ്കിൽ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതചര്യകളും ദൈവവുമായുള്ള ബന്ധവും നമ്മുടെ പെർഫോമൻസും ഒക്കെ കറക്റ്റായിട്ടാണോ പോകുന്നത്? ദൈവം നമ്മളെ ഈ ജീവിതം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതചര്യയെല്ലാം മാറ്റും. മാറ്റണം. സോ അതിൽ പുതിയ നന്മകളെ കൊണ്ടുവരിക, വിജയിക്കുക. ക്ലാപ്പുകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. പുതിയൊരു ഗെയിം കളിച്ചാലോ, ഒരു ആക്ടിവിറ്റി ഗെയിം കളിച്ചാലോ? ക്ലാപ്പിൻ്റെ പേര് ഇതാണ്, ഹാപ്പി ക്ലാപ്പ്. ആർ യു ഹാപ്പി? യെസ്, എവ്രിബഡി വി ആർ ഹാപ്പി. കാരണം
ദൈവം നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. അതുകൊണ്ട് വി ആർ ഹാപ്പി അല്ലേ? സോ അങ്ങനെയെങ്കിൽ ഹാപ്പി ക്ലാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിമ്പിളാണ്. ഹാപ്പിയുടെ സ്പെല്ലിങ് നിങ്ങൾക്കറിയാം. HAPPY, ഹാപ്പി എന്നുള്ളതാണ്. HAPPY, റൈറ്റ്, അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ഹാപ്പി ക്ലാപ്പ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ആദ്യം വിത്ത് 1 finger യു ഹാവ് ടു ഡു ഹാപ്പി ക്ലാപ്പ്. HAPPY, ഹാപ്പി. വളരെ മൈൽഡായിട്ട് പറയണം, ചെറുതായിട്ട് പറയണം. റെഡി? ദെൻ യു വിൽ ഡു വിത്ത് 2 fingers, റൈറ്റ്? HAPPY, happy. Then with the 3 fingers, with the 4 fingers, and also with the 5 fingers. Right. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞാനിങ്ങനെ 1 2 കാണിക്കത്തുള്ളൂ, നിങ്ങൾ ചെയ്തോണം. ഹാപ്പി ക്ലാപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെഡി? നിങ്ങൾ റെഡിയാണ്? രണ്ട് കൈ ഒക്കെ എടുത്ത് വെച്ചു. ഇടത്തെ കൈയാണ് ഇങ്ങനെ അടിക്കേണ്ടത്, വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്? അപ്പോൾ ഇടത്തെ കൈ എടുത്ത് വെച്ചു. ഇടത്തെ കൈ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്, പാപ്പ ഉണ്ണാത്ത മറ്റേ കൈ. അത് തന്നെ, കറക്റ്റ്. റൈറ്റ്. അപ്പോൾ തുടങ്ങാം. ഹാപ്പി ക്ലാപ്പ് സ്റ്റാർട്ട് നൗ. HAPPY, happy. Then with the 2 fingers, HAPPY, happy. With the 3 fingers, HAPPY, happy. With the 4 fingers, HAPPY, happy. With the 5 fingers, HAPPY, happy. അങ്ങനെയെങ്കിൽ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ, സന്തോഷമുള്ളവരായിരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മാജിക് കൂടെ കണ്ടാലോ? ഇവിടെ എൻ്റെ കയ്യിലൊരു നമ്മളുടെ പള്ളിയിലുള്ള ഒരു സാധനം പോലൊരു സാധനമാണ്. മാമോസ തൊട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ചിലപ്പോൾ പള്ളിയുടെ പിൻഭാഗത്തായിരിക്കാം, ചിലപ്പോൾ മുൻഭാഗത്തായിരിക്കാം. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. സോ ദാ നോക്കിയേ, ഈ മാമോസ തൊട്ടിക്കകത്ത് ഒരു സാധനമുണ്ട്. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ അതിനകത്തിട്ട് മാമോസ മുക്കുന്നൊക്കെ ആയിരിക്കും കണ്ടിട്ടുള്ളത്. എനിവേ, എന്താ ഈ സാധനത്തിനകത്ത് എന്താ നോക്കിയേ, എൻ്റെ കയ്യിലൊരു ഇതിനകത്തൊരു ബോളുണ്ട്. സോ ഇതാണ് ആ ബോൾ. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല, ഒന്നുമില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഈ സാധ്യതകളെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോവും, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവും, ചിലപ്പോൾ നമുക്ക് ഇല്ലാതായി തീരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇതാ ഈ ഒരു ബോള് ഞാൻ നേരെ ഇതാ ഇവിടെ താഴേക്ക് ഇടുകയാണ്. ഇവിടെ താഴോട്ട് ഞാൻ ഇടുകയാണ്. ഇട്ടു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. എന്നാൽ ചിലപ്പോൾ ആ സാധ്യത നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിക്കും. എൻ്റെ നഷ്ടപ്പെട്ടു, എൻ്റെ എല്ലാമായിരുന്നു, ഇതാ പോയി, ഇനി ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നുണ്ടാകാം. സോ ആ സമയത്ത് നമ്മൾ വിഷമിക്കുകയാണോ ചെയ്യേണ്ടത്? അമർത്തിക്കുലുക്കി നൽകുവാൻ മതിയായവനായൊരു ദൈവം തമ്പുരാനുണ്ട്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് നമുക്ക് ദൈവം തമ്പുരാനോട് യാചിക്കുകയാണ് വേണ്ടത്, അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വർഗത്തിലെ ഹിതവേ നടക്കത്തുള്ളൂ, എന്നാൽ അത് നൽകുവാൻ ദൈവം തമ്പുരാൻ മതിയായവനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ദാ നഷ്ടപ്പെട്ടു പോയി, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അമർത്തി കുലുക്കി നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ മതിയായവനാണ്. ദൈവം തമ്പുരാൻ സഹായകനായി നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ആർ യു അഗ്രി വിത്ത് മീ? നോക്കിയാലോ, നമ്മളെ സഹായിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മളെ സഹായിക്കാൻ മതിയായവനായൊരു ദൈവം തമ്പുരാനുണ്ട്. ഇതാ നമ്മുടെ ആഗ്രഹങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം തമ്പുരാനുണ്ട്. ആ ദൈവം തമ്പുരാൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാലോ? അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നമ്മളെ സഹായിക്കും. ഹീ ഈസ് ഓൾവേസ് വിത്ത് മീ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് DSMC ഒരുക്കുന്ന മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെഷനിൽ മറക്കരുത്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് വരാൻ മറക്കല്ലേ. അടുത്ത ആഴ്ച കാണാം. ബൈ.